നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസസ് ഫുൾഹാം അറ്റ് ഓൾഡ് ട്രാഫേർഡ് ഓൺ സൺഡേ. മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 2 ഗെയിംസിൽ അത്യുജ്വലമായിട്ടുള്ള വിജയത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ഇൻ 4th പൊസിഷൻ വിത്ത് 38 points ആൻഡ് ഫുൾഹാം 34 പോയിൻറ്റുമായിട്ട് 7th പൊസിഷനിൽ നിൽക്കുന്ന ടീമാണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾഹാമും തമ്മിൽ അധിക വ്യത്യാസമൊന്നുമില്ല. പോയിൻറ്റിൻ്റെ ഇതിനകത്ത് ജസ്റ്റ് 4 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസിൽ മാത്രം നിൽക്കുന്ന ടീമാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് ഗെയിംസായിട്ട് ഫുൾഹാം അത്യാവശ്യം നല്ല ഫോമിൽ നിൽക്കുന്ന ടീമും കൂടെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ മാർക്കോ സിൽവയുടെ ടീം നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു തലവേദന സൃഷ്ടിക്കാൻ പാകത്തിന് പറ്റിയ ഒരു ടീം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് ടീംസുമായിട്ട് 2 എന്താ പറയുക കൊമ്പൻ സ്രാവുകളെയാണ് തറപ്പറ്റിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് ടീംസിനെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. അതായത് കൂടുതൽ അറ്റാക്കിംഗ് ആയിട്ടുള്ള ടീമുകൾ അവർക്കെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് ഗെയിംസും പെർഫോമൻസും കാഴ്ചവെച്ചിട്ട് ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിനെതിരെ എപ്പോഴും നമ്മൾ എന്താ പറയുക മോശമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പം ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഇത് എടുത്ത് പറയപ്പെടുന്നൊരു കാര്യമാണ്. ഇവർ അത്യാവശ്യം എന്താ പറയുക ലോവർ ടീമൊന്നുമല്ല, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമാണ്. എങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചൊരു ലോ ബ്ലോക്ക് ഡിഫെൻഡിങ് തന്നെ ആയിരിക്കും അവരുടെ സ്ട്രാറ്റജി. ബിക്കോസ് അവർക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടുതലും കൗണ്ടർ അറ്റാക്കിങ്ങിലൊക്കെ തന്നെ സ്ട്രെങ്തനായിട്ടുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾഹാമും കൂടുതൽ അങ്ങനെ ഒരു ഡിഫെൻഡിങ് മൈൻഡ് സെറ്റുമായിട്ടായിരിക്കാം മിക്കവാറും വരുന്നത്. പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫോർഡ് കൂടെ ആകുമ്പം അവർ ഒരു ഡിഫെൻസ് മൈൻഡോടുകൂടി നിൽക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. കാരണം മാനുവിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാഹസങ്ങൾക്ക് മുതിരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾഹാമും തമ്മിലുള്ള കഴിഞ്ഞ മത്സരം 1-1 ഡ്രോയിൽ അവസാനിച്ചു. കഴിഞ്ഞ 2 എവേ ഗെയിംസിൽ ഫുൾഹാമിന് ഇതുവരെയ്ക്കും ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കളിയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഇതിപ്പോൾ അവരുടെ 3ാമത്തെ എവേ ഗെയിമാണ്. ഫുൾഹാം അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കളിയിൽ ബ്രൈറ്റണെ അവർ തോൽപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുക. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഒരു റൺ ഓഫ് ഫോമിൽ തന്നെ നിൽക്കുന്ന ഒരു ടീമാണ് ഫുൾഹാം. കഴിഞ്ഞ 8 കളികളിൽ അവർ ഒരു തോൽവി മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം അത് തന്നെ അവരുടെ ടീമിന് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഹോം ഗ്രൗണ്ടിൽ കഴിഞ്ഞ 6 കളികളിൽ നമ്മൾ ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ. അതേപോലെ തന്നെ കഴിഞ്ഞ 7 കളികളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു തോൽവി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഇൻ എ ബെറ്റർ പൊസിഷൻ. കാരണം നമ്മുടെ ഹോം ഗ്രൗണ്ടിലുള്ള നമ്മുടെ പെർഫോമൻസ് ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ തോൽവികൾ അറിയാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുൾഹാമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും എവേയിൽ അവർ അത്യാവശ്യം കുറച്ച് ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾഹാമും ഇതുവരെയ്ക്ക് 95 ഗെയിംസ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 58 ഗെയിംസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു, 15 കളികളിൽ ഫുൾഹാം ജയിച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡ് ട്രാഫോർഡിൽ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റെക്കോർഡ് എഗെയിൻസ്റ്റ് ഫുൾഹാം നല്ല റെക്കോർഡാണ്. കഴിഞ്ഞ 48 ഗെയിംസിൻ്റെ അകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 37 കളികളിൽ ജയിച്ചിട്ടുണ്ട്. ഫുൾഹാമിന് ഇതുവരെയ്ക്കും ഓൾഡ് ട്രാഫോർഡിൽ ജയിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3 കളികളിൽ മാത്രമാണ്. നമ്മുടെ ടീമിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ഗെയിംസിൻ്റെ അകത്തും നമുക്കറിയാം മൈക്കിൾ കാരിക്ക് ഒരേ ടീമിനെ തന്നെയാണ് ഇറക്കിയത്. ഫസ്റ്റ് ഗെയിമിലുള്ള പെർഫോമൻസിൻ്റെ പിൻബലത്തിൽ ആർസണലുമായിട്ടുള്ള ഗെയിമിൻ്റെ അകത്തും സെയിം ടീമിനെ കൊണ്ടുവന്നു. ആ ഒരു സ്ട്രക്ചറും ഫോർമേഷനൊന്നും പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിൽ സെയിം ഫോർമേഷൻ കളിപ്പിച്ചിട്ട് ആ കളി 2ഉം ജയിക്കുകയാണുള്ളത്. അപ്പം ഈ കളിയിൽ ഓബ്വിയസ്ലി ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാകും. കാരണം വെച്ചാൽ ഡോർഗു പരിക്കുമായിട്ട് പോയിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് 10 വീക്സിൻ്റെ അകത്ത് ഡോർഗു ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഗെയിമിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഡോർഗു ഇല്ല. അപ്പോൾ ആ പൊസിഷനിലേക്ക് എനിക്കൊന്ന് മത്തിയാസ് കുന്യ വരാനായിട്ടുള്ള സാധ്യത തന്നെയായിരിക്കും. പിന്നെ കുന്യയ്ക്ക് സപ്പോർട്ടായിട്ട് സെക്കൻഡ് ഹാഫിൽ മൗണ്ട് വരും എന്നുള്ളതാണ്. ഫ്രണ്ടിൽ സെസ്കോനെ പരീക്ഷിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ലോ ബ്ലോക്ക് കളിക്കുന്ന ഫുൾഹാമിനെതിരെ അവരുടെ 2 ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഹൈറ്റായിട്ടുള്ള ഡിഫൻഡേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ക്രോസസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു സെസ്കോനായിരിക്കും അത് കുറച്ചുകൂടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം മേ ബി കാരിക്ക് ആ ഒരു പരീക്ഷണം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കി ഒരുവിധം
എനിക്ക് തോന്നുന്നു ടീം ഫോർമേഷനും ആൾക്കാരുടെ ഇതൊക്കെ സെയിം തന്നെയായിരിക്കും. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ബാക്കിൽ ഡാലോന് പകരം മസറാവി വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കാരിക്ക് അത് എന്തുമാത്രം ഇത് ചെയ്യും, അല്ലെങ്കിൽ ടീമിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. മേ ബി ഐ തിങ്ക് മസറാവി വുഡ് ബി എ ബെറ്റർ ഫിറ്റ് ദാൻ ഡാലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ടീമിൻ്റെ ബാലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി അധികം ചേഞ്ചസ് വരുത്താനായിട്ട് കാരിക്ക് ശ്രമിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഫുൾഹാമിൻ്റെ ടീമിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയിട്ടുള്ള താരം എന്ന് പറഞ്ഞാൽ ഹാരി വിൽസൺ ആണ്. ഹാരി വിൽസൺ കഴിഞ്ഞ 11 ഗെയിംസിൻ്റെ അകത്ത് 10 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളൊരു പ്ലെയറാണ്. അവരുടെ ഇൻഫോം പ്ലെയർ തന്നെയായിട്ടാണ് ഹാരി വിൽസൺ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു താരവും ഹാരി വിൽസൺ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഫുൾഹാമിൻ്റെ ടീമിൽ ഒരു പുതിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സെറ്റ് പീസസ് ആണ്. ആദ്യത്തെ 15 പ്രീമിയർ ലീഗ് ഗോൾസ് അവർ നേടിയതിൽ only 3 സെറ്റ് പീസസ്, അതായത് ഏകദേശം 20% ഓഫ് ദ ഗോൾസ് മാത്രമാണ് ആ സമയത്ത് സെറ്റ് പീസായിട്ട് അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിസംബറിന് ശേഷം ഏകദേശം 17 ഗോൾസിൻ്റെ അകത്ത് 7 ഗോൾസ് അവർ സെറ്റ് പീസിൽ നേടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് 41% ഓഫ് ദ ഗോൾസ് അവർ സെറ്റ് പീസിലാണ് നേടിയിരിക്കുന്നത്. വിച്ച് ഇസ് only 2 സൈഡ് മാത്രമേ അവരെക്കാട്ടി കൂടുതൽ സെറ്റ് പീസ് ഗോൾസ് നേടിയിട്ടുള്ളൂ. അപ്പം ഫുൾഹാം 3rd പൊസിഷനിൽ നിൽക്കുകയാണ് ഇൻ ടേംസ് ഓഫ് സെറ്റ് പീസ് ഗോൾസ് ആഫ്റ്റർ ഡിസംബർ. അപ്പം അത് ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കാണ്ട ഒരു സ്റ്റാറ്റാണ്. കാരണം കഴിഞ്ഞ ഗെയിമിൻ്റെ അകത്തും സെറ്റ് പീസിൻ്റെ അകത്ത് നമ്പർ 1 നിൽക്കുന്ന ആർസണലുമായിട്ടാണ് നമ്മൾ കളിച്ച് ജയിച്ചത്. അപ്പം ഈ ഒരു കളിയിലും സെറ്റ് പീസസ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ദേ ഹാവ് 41% ഓഫ് ദ ഗോൾസ് in set pieces coming after December. We have to defend well. സെനി ലാമൻസിൻ്റെ ഗോൾ കീപ്പിംഗ് ഒരു എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ്, ആ വെച്ചടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടതുപോലെയല്ല, പിന്നീട് അങ്ങോട്ടേക്കുള്ള ഗെയിംസിനകത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട് സെനി ലാമൻ. സോ ഹീ നീഡ്സ് ടു ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഗെയിം ദിസ് വൺ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസും അത്യാവശ്യം സെറ്റാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത അങ്ങനെ രീതിയിൽ എറേഴ്സ് ഒന്നും മേക്ക് ചെയ്യാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് മിഡ്ഫീൽഡ് കോബി മെയിനും കസമീറോ തമ്മിലുള്ള ഡബിൾ പിവറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് വി നീഡ് ടു വിൻ ദിസ് ഗെയിം. നമ്മുടെ ആ ഒരു വിജയ തുടർച്ച 2 ഗെയിംസ് അടുപ്പിച്ച് ജയിച്ചു, ഇനി 3ാമത്തെ ഗെയിമിലേക്ക് എത്തി നിൽക്കുകയാണ്. ആൻഡ് കാരിക് നീഡ്സ് ദിസ് വിൻ ഡെഫിനറ്റ്ലി. കാരണം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഭാഗ്യ പരീക്ഷണങ്ങളൊന്നും നടത്താനായിട്ടുള്ള സമയമില്ല. ഇനി ആകെ 15 ഗെയിംസേ ഉള്ളൂ. ആൻഡ് വി നീഡ് ദ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു ബാക്കിയുള്ള ഇത്രയും ഗെയിംസിൽ നമുക്ക് മാക്സിമം വിൻസ് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് ഐ ആം തിങ്കിങ് ഈ ഒരു ഗെയിമിൽ വിജയം മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ. വിജയത്തെ കുറഞ്ഞ് ഒന്നും ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. ബട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീംസിനെതിരെയും നമ്മൾ കാരിക്കിൻ്റെ അണ്ടറിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമോ അതോ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നോക്കിക്കാണുന്ന ഒരു കാര്യം. ആൻഡ് ഫുൾഹാം ഗെയിം ഇസ് ഡെഫിനറ്റ്ലി അതിനുള്ളൊരു മറുപടി ആയിരിക്കും. കാരണം ഓൾറെഡി 2 വലിയ കളികൾ കഴിഞ്ഞു. അപ്പം ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം അതാണ്, വെദർ വി ക്യാൻ ഡു ഇറ്റ് അഗെയിൻസ്റ്റ് ദ ലോവർ ടീംസ് ഓൾസോ. അപ്പം ഈ ഒരു ഗെയിമിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ളൊരു ഉത്തരവായി യെസ് വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ഉത്തരം അവിടെ നമുക്ക് കിട്ടും. സോ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആൻഡ് വി ആർ പ്രേയിങ് ഫോർ എ വിൻ. ഈ കളി ജയിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആശംസയാണ്. ആൻഡ് എൻ്റെ ഒരു സ്കോർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു 3-1 സ്കോറിന് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫർഡിൽ കളിക്കുന്നു, നമ്മുടെ ഫോർവേഡ്സൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർ ഒരു 3 ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളൊരിതാണ്. ആൻഡ് വി ഡു നോട്ട് ഹാവ് മച്ച് ക്ലീൻ ഷീറ്റ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ചിന്തയിൽ അവർ എതിർ ടീം ഫുൾഹാം 1 ഗോൾ നമുക്കെതിരെ സ്കോർ ചെയ്യും എന്നുള്ള ഒരു പ്രഡിക്ഷനിൽ ഐ ആം ഗിവിങ് മൈ പ്രഡിക്ഷൻ ആസ് 3-1. സോ വാട്ട് ആർ യുവർ പ്രഡിക്ഷൻസ്? നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണെന്ന് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, എന്തായിരിക്കും സ്കോർ ലൈൻ? ആൻഡ് നമ്മുടെ ഈ ഒരു ഫോർമേഷനിൽ ഈ പറഞ്ഞ പ്ലെയേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പിന്നെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ and like button also. Okay, so thank you so much for watching. Keep supporting. Take care. Bye.